we will start with a sort of a show reel of what Nirvana Films, which is Varma and company, has done. So just to get a flavor of, you might have seen a lot of these films. So just to recap. Okay, while the video is playing, let me just say few things. Not a problem. It's actually kind of funny, you know. Varma interview എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's strange. കാര്യം we know each other ഒരു 20-25 ഇയേഴ്സിന് ഞങ്ങൾ we are friends. അപ്പോൾ വർമ്മയുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല because we know each other so well. But what I'm trying to do is വർമ്മയുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലും വർമ്മയുടെ വർക്കിലും കാണുന്ന ഞാൻ കണ്ട കുറേ അമേസിങ് തിങ്സ് അതൊന്ന് വർമ്മയായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഇൻ്റർവ്യൂ. So we will talk about all the subjects in film craft and everything. So let's see the AV and then we will start. Thank you. Okay. So, ഒരു ചോദ്യഭാവത്തിൽ പറയാനുള്ളത് പറയാം. So, Varma will start off from there. അതിനു മുമ്പ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ബിഗ് താങ്ക് യു. ഇങ്ങനെ ഇവിടെ ഞാൻ കുറച്ച് ടോക്സൊക്കെ കണ്ടു. വലിയ വലിയ കാര്യങ്ങൾക്കിടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. It's really nice that they opened up for short films. Okay. അപ്പോൾ വർമ്മ ആദ്യത്തെ ഒരു ചോദ്യം. ഓക്കെ. ഒരുപാട് ആൾക്കാർ ആഡ് ഫിലിം ഈസ് ലൈക്ക് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ബിക്കം ഫീച്ചർ ഫിലിം ഡയറക്ടേഴ്സ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് വർമ്മയുടെ കേസിൽ ഇറ്റ്സ് അതർ വേ അറൗണ്ട്. വർമ്മ ഫീച്ചർ ഫിലിമിൽ തുടങ്ങി, എന്നിട്ട് പിന്നെ ആഡ് ഫിലിമിലേക്ക് വന്നു. നൗ ഇറ്റ് ഈസ് 22 years ആൻഡ് വർമ്മ ഹാസ് ഡൺ അബൌട്ട് 1000 odd films. ആൻഡ് ഒരു ഇന്ത്യയിലെ ടോപ്പ് പ്രൊഡക്ഷൻ ഹൗസായിട്ട് കഴിഞ്ഞ ഐ തിങ്ക് 10-15 വർഷമായിട്ട് യുവർ കമ്പനി ഈസ് ദറ്റ് നമ്പർ 1. സോ ഇതൊക്കെ നോക്കുമ്പോൾ സോ ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ ദറ്റ് ഷിഫ്റ്റ് ഫ്രം ഫീച്ചർ ടു കമ്മിങ് ടു ആഡ്? ഫീച്ചർ ഫിലിം ആണെങ്കിലും കമേഴ്ഷ്യൽസ് ആണെങ്കിലും എല്ലാം സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ജനറലി ഐ തിങ്ക് ചെറുപ്പം നാൾ തൊട്ട് നല്ലപോലെ കള്ളത്തരം പറയുമായിരുന്നു. വളരെ വളരെ ഭംഗിയായിട്ട് ഒരു എവിടെയെങ്കിലും പോയി പെട്ടുപോയാൽ വീട്ടിൽ പോയി വീട്ടുകാരെടുത്ത് അതിനെപ്പറ്റി വേറൊരു കഥ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാൻ ആക്ച്വലി നല്ല ശുദ്ധമായ കള്ളമായിരിക്കും, പക്ഷേ വളരെ ഡീറ്റെയിൽഡായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർത്ത് വെച്ച് കഥ പറയുമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം തലേ ദിവസം നടന്നൊരു സംഭവം ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു
വളരെ മോശമായ ഒരു സിനിമ നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ആ സിനിമ എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും നമ്മളായിട്ട് കയ്യിൽ നിന്നിട്ട് പല അഡീഷൻ ആഡ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി യു മേക്ക് എ സ്റ്റോറി ഔട്ട് ഓഫ് ഇറ്റ്. പലവരും ഇൻഫാക്റ്റ് അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് വളരെ ചെറുപ്പകാലത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ചോദിക്കാറുണ്ട്, അതത്ര ഈ പറഞ്ഞ പോലെ അത്ര അല്ലല്ലോ ആ സിനിമ, കുറച്ച് ബോറാണല്ലോ എന്ന് പറയുന്ന സമയത്തൊക്കെയാണ് തിരിച്ചറിവുണ്ടായത് എനിക്ക്. കാര്യം എനിക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഉണ്ടെന്നും ഈ നല്ല വൃത്തിയായിട്ട് കള്ളത്തരം പറയാൻ കഴിവുള്ളത് അതൊരു തൊഴിലാക്കി മാറ്റാൻ സാധ്യത അവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ആർട്ട് ഫോംസ്, അതായത് വെദർ ഇറ്റ്സ് മ്യൂസിക്, ഡാൻസ്, പെർഫോമൻസ്, തിയേറ്റർ, ആക്ടിങ്, ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഫിൽം മേക്കിംഗ്. കാര്യം യു വിൽ ബി ഇൻറ്ററാക്ടിങ് വിത്ത് റിയലി ടാലൻറ്റഡ് പീപ്പിൾ. സോ അങ്ങനെ ഒരു സമയത്ത് സിനിമ തന്നെയായിരുന്നു സ്കൂള് തൊട്ട് കോളേജ് വരേക്കും താല്പര്യം. ഞാനൊരിക്കലും ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അവിടെയാണ് തുടങ്ങിയത്. ഞാനൊരു കുറച്ച് ഫിലിംസിൽ ഇൻഫാക്റ്റ് അസോസിയേറ്റും അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കേരളത്തിൽ തന്നെ 5-6 ഫിലിംസിൻ്റെ ഇടയിലാണ് പരസ്യ ചിത്രങ്ങളെ പറ്റി സത്യത്തിൽ ഒരറിവും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈവൻ ടുഡേ ഇൻഫാക്റ്റ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ ദറ്റ് ഹൗ ഐ മാനേജ് ടു സ്പെൻഡ് 24 years ഇൻ അഡ്വർടൈസിങ് മേക്കിംഗ് ഫിലിംസ്. കാര്യം സിനിമയാണ് ഉദ്ദേശമെങ്കിലും വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ എങ്ങനെയാണ് ഒരു കഥ ആൾക്കാർ പറയുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സിനിമ അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും അസിസ്റ്റൻ്റായിട്ട് ഏതെങ്കിലും ഒരു അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കയറിയതും. ഐ തിങ്ക് in 2 to 3 years I started making films and advertising. പിന്നെ അതൊരു ഹരമായി. Because it is very difficult actually to communicate a story. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കഥ പറയുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇൻഫാക്റ്റ് അത് എക്സൈറ്റിംഗ് ആയി. അപ്പോൾ ഞാൻ ഈ അഡ്വർടൈസിങ്ങിൽ അസിസ്റ്റൻ്റായിട്ട് കയറുമ്പോൾ ആ ഓഫീസിലുള്ള പലവരും എൻ്റെ അടുത്ത് ചോദിച്ച്, എടാ ഇവിടുന്ന് എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ നീ എന്തിനാണ് സിനിമയെന്ന് പരസ്യം ചെയ്യാൻ വരണേന്നാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ജസ്റ്റ് പ്യോർലി ബിക്കോസ് ഓഫ് ദാറ്റ് എൻ്റെ ഒരു സ്മോൾ ടൗൺ അപ്ബ്രിങ്ങിങ് ഫ്രം ആലപ്പുഴയിൽ നിന്ന് to bigger cities like Bombay, Bangalore, and then globally many other cities, interacting with so many talented people, in fact, gave me confidence. And also interacting with them, we generated really interesting projects together. So today I'm sitting here purely happy that I've decided to get into that medium and explored everything possible that I could. പക്ഷെ സിനിമ ചെയ്യണം. അടുത്ത ചോദ്യം, ഇത് കുറച്ച് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഈസ് വൺ ഓഫ് ദ തീം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫോർ ഫിലിം എസ്പെഷ്യലി, പണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദൂരദർശൻ ടൈം 1-2 ആഡ് വരും ടി വിയിൽ, എല്ലാവരും അത് കാണും, രസ്ന, നിർമ്മ, ആ ലോകത്തുനിന്ന് മാറിയിട്ട് ഇപ്പം ദ ഹോൾ വേൾഡ് എവറിബഡി ഈസ് വാച്ചിങ് വീഡിയോ ഓൾ ദ ടൈം. മൊബൈലിൽ അല്ലെങ്കിൽ യൂട്യൂബ്, വാട്സാപ്പ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓഷൻ ഓഫ് വീഡിയോസ് ഔട്ട് ദെയർ. അപ്പോൾ ഇതിന് ഇടയ്ക്ക് നമ്മളൊരു ചെറിയ ഇതുപോലെ ഒരു 30 second ഫിലിം ചെയ്യുമ്പം അതെങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും? ഹൗ യു ഗെറ്റ് അറ്റൻഷൻ ഓഫ് പീപ്പിൾ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാര്യം ഐ തിങ്ക് ഇന്ന് ടുഡേ ഈ സമയത്തൊക്കെ ആക്ച്വലി ആരിൽ നിന്നും നമ്മളൊരു കഥ പറഞ്ഞ് ടു മേക്ക് anybody engage and connect with them, especially ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈവൻ മോർ ഡിഫിക്കൽട്ടാണ്. പണ്ടും ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓൾവേസ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ബട്ട് ടുഡേ people are more distracted because everything is changing every minute, in fact every second.
everybody is exposed to different kind of images, videos, social media is so active. അതിൻ്റെ ഇടയിലും ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ it is so difficult that you'll have to think so sharp and very much updated that ഇത് എങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസരത്തിൽ how do you take that focus from them. For an example, I'll tell you, ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു ക്യാമ്പയിൻ ഐ വിൽ പ്ലേ ഇറ്റ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്, ബിക്കോസ് ഹരി റോട്ട് ദ ലൈൻ ആൻഡ് ദെൻ വി ആക്ച്വലി മെയ്ഡ് ദിസ് ഫിലിം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തൊരു കേരളത്തിലെ ഒരു ഐസ്ക്രീം ബ്രാൻഡാണ്. So it was exciting for me to jump in and say, okay, let's make this brand, whatever we could. And ഒരു സ്റ്റേജിൽ ഫഹദ് and നസ്രിയാണ് in fact was playing the brand ambassadors. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് സെലിബ്രിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് വെറുതെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഇത് നല്ലതാണ് നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോൺ ടു ഡു എനിത്തിങ്. So what we did is, we did a 3-part, I think maybe first time in advertising even globally. ആദ്യത്തെ 2 ഫിലിംസും ബ്രാൻഡിങ് ഇല്ല, ബ്രാൻഡിൻ്റെ ലോഗോ ഇല്ല, ഒന്നുമില്ലാതെ ആദ്യത്തെ 2 ഫിലിംസ് we just aired it and it became viral in social media. And also we kept it little true to the story and also doing justice. അതായത് ഫഹദിനെയും നസ്രീനെ പോലെയൊക്കെ ഇൻട്രസ്റ്റിംഗ് വെരി ടാലൻറ്റഡ് ആക്ടേഴ്സ് കയ്യിലുള്ളപ്പോൾ വിൽ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ പവർ. മൂന്നാമത്തെ ഫിലിമിലാണ് എന്താണ് ബ്രാൻഡ് എന്ന് മനസ്സിലായത്. സോ ഫസ്റ്റ് ഇൻഫാക്ട് ദാറ്റ് ക്രിയേറ്റഡ് എ ക്യൂരിയോസിറ്റി. ഐ ജസ്റ്റ് ഇൻഫാക്ട് ചിലവർ കണ്ടു കാണും, ചിലവർ കണ്ടു കാണില്ല. ഞാൻ ആ 3 ഫിലിംസ് വൺ ആഫ്റ്റർ ദി അതർ. സോ യു ഹാവ് ടു ഇമാജിൻ ദ ഫസ്റ്റ് ഫിലിം എയറിൽ പോയിട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ ഫിലിം റിലീസ് ചെയ്തത്. സോ ഇറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ. ഇത് കമേഴ്ഷ്യലാണോ, വാട്ട് ഇസ് ഫഹദ് ഡൂയിങ്, എന്നിട്ടാണ് രണ്ടാമത്തെ, എന്നിട്ടാണ് മൂന്നാമത്തെ റിലീസ് ചെയ്തത്. ഐ ജസ്റ്റ് എനിവേ പ്ലേ ഓൾ 3 ഫിലിംസ് ബാക്ക് ടു ബാക്ക് റൈറ്റ് നൗ. Shadows make room for every hue. Oh, love, 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 love. Love has many flavors. Gamari ice cream. Thank you. In fact, this is ഇങ്ങനൊരു പാറ്റേൺ ഉപയോഗിക്കാനും സെലിബ്രിറ്റീനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എങ്ങനെ, ഹൗ ക്യാൻ വി ജസ്റ്റ് ഗെറ്റ് ഫോക്കസ്. ഐ തിങ്ക് ഇറ്റ് ക്ലിയർലി വർക്ക്ഡ്. ഇത് മാത്രമല്ല, ഇൻഫാക്ട് എന്നെ സംബന്ധിച്ച് സ്റ്റോറി ടെല്ലിങ്ങിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഓൾ കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇമോഷൻസ് ഇല്ലാതെ ഐ തിങ്ക് നമ്മുടെ കൺട്രി വി ഹാവ് ടു മെനി സ്റ്റോറീസ് ആൻഡ് വി ലൈക്ക് സ്റ്റോറീസ്. അപ്പം സ്റ്റോറി ടച്ച് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസിലി ഫൊഗറ്റബിൾ. അപ്പം ഇമോഷൻസ് എന്നാൽ പലതരം ഇമോഷൻസ് ഉണ്ടല്ലോ, ഹ്യൂമർ, എംബാരസിങ് സിറ്റുവേഷൻ, റൊമാൻസ്, അങ്ങനെ പല പല കാര്യങ്ങളുള്ള. സോ ഐ ജസ്റ്റ് ഷോ യു സം 3-4 ഫിലിംസ്. ഇതിൻ്റെ അകത്തൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉള്ളതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കം ടു 1 or 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ബിഫോർ വി ഫിനിഷ്. Sola sanina, amicia strana. Amaletia stava in crata pile, pila. Amaletia merlucia pile, pila. Amaletia stava in crata pile, pila. Amaletia merlucia pile, pila. Amaletia stava in crata pile, pila. Amaletia
What? Pile, pila. Pile, pila. നമ്മുടെ ചില കാര്യങ്ങളും നമ്മൾ പണ്ടത്തെ ചില ഓർമ്മകളും ഒക്കെയാണ്. ഇത് പണ്ട് കോളേജിൽ പോകാനായിട്ട് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നല്ലൊരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നല്ല സമൂസയും ഉള്ളിവടയൊക്കെ കണ്ട് ചില സമയത്ത് നമ്മൾ അറിയാതെ വേറെ ആരും നോക്കുന്നില്ല എന്ന് ഒബ്ലിവേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മുഖത്തും ചിലപ്പോൾ കാണാൻ പറ്റും. പിന്നെ കിഡ് ആ ഇന്നസെൻസ് ഉപയോഗിക്കുക. പിന്നെ അതുമാത്രമല്ല അഗൈൻ യൂസേജ് ഓഫ് എ സെലിബ്രിറ്റി ഹിയർ. SRKനെ വെച്ചിട്ട് ദിസ് ഇസ് വെരി ഗുഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് just use them in an interesting way. So this also became an extremely successful campaign. One or two other films which has got different emotions, like maybe for a So these are basically in fact couple of films just to show emotions, പലതരം emotions ഉണ്ട്. So ഞാൻ ഓൾവേസ് ഇൻഫാക്ട് ഒരു പ്രശ്നം നമ്മളൊരു ഒരു സ്റ്റോറി ചെയ്തു, ഒരു ഫിലിം ചെയ്തു, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ലൂപ്പ് പിന്നെ എപ്പോഴും അത് തന്നെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടത്. ഒരു ഏജൻസി വിളിക്കുക, ഒരു ക്ലയൻറ്റ് വിളിക്കുകയൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. So I never in fact got stuck with one kind of film because it was important for me to explore new stories, new way of storytelling for myself and also for interesting campaign to produce. Appo enne samayiche every time I tried different things. Adu kanikkananu, so you can actually basically show different kind of emotions. Yeah, we can give ZooZoos. ഒരു ചെറിയ ചോദ്യം വർമ്മ. ലൈക്ക് ഇതിനകത്ത് എല്ലാ വർമ്മയുടെ ഫിലിമിലും കാണുന്ന ഒരു ക്യാരക്ടർ ഈസ് വെരി സ്ട്രോങ്. ഇറ്റ് ലുക്ക് ലൈക്ക് ദേ ആർ റിയൽ. ദർ ഈസ് സോ മച്ച് ടു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ അഡ്വർടൈസിങ്ങിൽ ഭയങ്കര ഭംഗിയുള്ള ആൾക്കാർ, ഭയങ്കര സൈസുള്ള ആൾക്കാർ. ബട്ട് യു ലുക്ക് sort of ordinary people you take and you make something great. So what is your process of finding characters? Just purely on the basis of believing in a story. കാര്യം പണ്ട് തൊട്ടേ അഡ്വർടൈസിങ്ങിലുള്ള സമയത്ത് എല്ലാ ഇൻഡസ്ട്രിയിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒപ്പീനിയനേറ്റീവാണ്. ചീത്തത് കണ്ടാൽ ചീത്തയെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. സോ ഫോർ മീ ഇൻ ഫാക്ട് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ഇൻ മൈ കൈൻഡ് ഓഫ് ഫിലിം ടു ദാറ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളൊരു സ്റ്റോറി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ rather than just getting a good looking models to endorse the brand, I would rather prefer കാസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ സ്ട്രീറ്റിലോ റെസ്റ്റോറൻറ്റിലോ ഞാൻ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ഫേസസിലൊക്കെയാണ്. സോ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിക്കോസ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് റിലേറ്റിംഗ് ടു ഇറ്റ്.
സോ ദാറ്റ്സ് ഹൗ ഐ ഡു. പക്ഷേ ചില സമയത്ത് ഇൻഫാക്ട് ഓൾസോ അതിൽ നിന്നും ചില സാഹചര്യങ്ങളും ചില പ്രഷറും ടൈമിൻ്റെ സിറ്റുവേഷനിലൊക്കെ നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട്. കാര്യം നമ്മളൊരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ഇരുത്താൻ ഒന്നും വരില്ല. ഇനി ഒരു പ്രത്യേക സമയത്ത് IPL ഫസ്റ്റ് സീസൺ നടക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ബ്രീഫ് ഒരു മാസത്തിനുള്ളിൽ 30 ഫിലിംസ് ചെയ്യണം എന്നായിരുന്നു. ഐ വാസ് ക്വൈറ്റ് എക്സൈറ്റഡ്. കാര്യം ഒരു മാസം കൊണ്ട് ഒരു ഫിലിം പോലും സാധാരണ എന്നെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ലൊക്കേഷൻ നോക്കുക, കാസ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി ആലോചിക്കുക. 30 ഫിലിംസ് ഒരു മാസത്തിൽ, എല്ലാ ദിവസവും ഓരോ ഫിലിമും, അതാണ് ബ്രീഫ്. അപ്പം ഓഫ് കോഴ്സ് മൈ ക്രിയേറ്റീവ് പാർട്ട്നേഴ്സ് ഫ്രം ഒഗിൽവി, they've cracked the basic human related stories. ചെറിയ all films are like 10 seconds 15 seconds. അപ്പോൾ ആ പ്രഷറിൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് to cut short the story we landed up making. തുടങ്ങുന്ന സമയത്ത് പോലും I was not too clear that where this is going to head. In fact took that particular brand to another completely to another level. I just share ഞാൻ ഈ പറഞ്ഞ ക്യാമ്പയിൻ ഒരു 3 എണ്ണം. I think most of you guys definitely would have seen it. These are all real characters. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ശരിക്കും ഹാർഡ് കോർ ഒരു മലയാളി ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ജിബറിഷ് ആണെങ്കിലും ഇടയ്ക്ക് പറയുന്നുണ്ട്, കപ്പയും മീനെന്നൊക്കെ. അത് ഒരു മാസമൊക്കെ ഇതിൻ്റെ പുറകിൽ പോയിട്ട് നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഓൾസോ ഇറ്റ് എൻ്റർടൈൻസ് യു. എനിവേ ദ തിങ് ഇസ് ഇൻ ഫാക്ട് ഒട്ടും സമയമില്ലാത്ത അണ്ടർ പ്രഷറിലുണ്ടായ ഒരു ക്യാമ്പയിനാണ് വിച്ച് വർക്ക്ഡ് വെരി വെൽ ഫോർ ദിസ് ബ്രാൻഡ്. അടുത്തത് ഏറ്റവും ക്രിട്ടിക്കൽ ഇൻ അഡ്വർടൈസിങ് ഫിലിം ഈസ് ടൈം. how less time you have to tell a story. In the film people are trying to struggle to make it longer. Here you are trying to make it smaller. അപ്പോൾ ഇത് ഒരു ചലഞ്ചായിട്ട് വർമ്മ ചെയ്തതാ. സോ you want to talk about it? അല്ല, അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ലെങ്ത് ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ ഫിലിമോ ഒരു 3 മിനിറ്റ് ഫിലിമോ
60 സെക്കൻഡറോ എല്ലാത്തിനും നരേറ്റീവ് ഇസ് ഇമ്പോർട്ടൻറ്റ്, എന്നാലേ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് പെർട്ടിക്കുലർ ക്യാമ്പയിൻ വെൻ ഫേസ്ബുക്ക് അപ്രോച്ച്ഡ് മീ, കാര്യം ഫേസ്ബുക്ക് സ്റ്റാർട്ടഡ് എ പ്ലാറ്റ്ഫോം ടു അഡ്വർടൈസ് ഫോർ ലെസ്സർ ഡ്യൂറേഷൻ. കാര്യം ഇന്ന് ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ഇസ് വെരി ലെസ്. സോ ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ടു അഡ്വർടൈസ് lesser duration എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ I took it as a challenge. In fact, I'm not going to play everything. I did around 20 films and personally I think 12 of them worked. One, to understand myself, will I be able to tell a story in 7 seconds? 7 സെക്കൻഡിനുള്ളിൽ ഒരു കഥ പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്നുള്ള ചാലഞ്ചിലാണ് I did. Why? Because the duration of the film is 10 seconds. പക്ഷെ ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതിന് ശേഷം 3 സെക്കൻഡോളം ലോഗോയ്ക്ക് വേണ്ടി പോകും. അപ്പോൾ 7 സെക്കൻഡിൽ കഥ പറയാൻ വേണ്ടി ഐ ജസ്റ്റ് ഷെയർ 4 films that what I did with Facebook, just 7 seconds each film. My music director was Tawfiq Qureshi. So we decided to just ആൾക്കാരെ കൊണ്ട് തന്നെ ഒരു ഇൻസ്ട്രുമെൻസും ഇല്ലാതെ we experimented and worked very well. And the next film is actually ഒരു ടൂറിസം ഫിലിമാണ് ഫോർ മധ്യപ്രദേശ്. ബട്ട് ദ ഹോൾ ഐഡിയ വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. വി ഡിഡ്ന്റ് ഗോ ടു എനി ഓഫ് ദീസ് ലൊക്കേഷൻസ്. കാര്യം ഒരു ടൂറിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റേറ്റിൽ നടക്കുന്ന കൾച്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അതൊക്കെ കവർ ചെയ്യുകയാണല്ലോ. പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ചിലപ്പോൾ കാണുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് MP-യുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മേ ബി ടൈഗർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ഫോം, ഇതൊക്കെ ക്രിയേറ്റഡ് പ്യോർലി നമ്മൾ ഹോളി കളിക്കുമ്പം ഇൻഫാക്റ്റ് പൗഡർ എറിയുമ്പം ഉണ്ടാവുന്നതിൽ നിന്ന് ഫോം ചെയ്യുന്ന ചെറിയ ഇമേജറിയും ഫോർമേഷനുമാണ്. അങ്ങനെയും നമുക്ക് കഥ പറയാം ഡിഫറെൻ്റ് ആയിട്ട്. ബട്ട് ആസ് ലോങ് ആസ് എവറിത്തിങ് ഇസ് ഡൂയിങ് പർപ്പസ് ഇവൻച്വലി. ഐ ജസ്റ്റ് പ്ലേ ദാറ്റ് ഫിലിം. ये रंग है रंग है 100 तरह के रंग है, रंग है रंग है रंग है 100 तरह के रंग है. कान्हा में सैकड़ों शेर दहाड़े, हर कोई देखे आंखें फाड़े, वो आंखें फाड़े आंखें फाड़े आंखें फाड़े आंखें फाड़े. खजुराहो की खामोश मूरत, प्यार की कितनी प्यारी सूरत. MP में आया हर कोई, दंग है वो दंग है, दंग है वो दंग है. मांडू का महल देखने आए, जहाज देखा चक्कर खाए. सांची में आके स्तूपा देखा, शांत होकर हिंसा को फेंका. MP में आई हर रूह, मलंग है मलंग है मलंग है मलंग है. ये महाकाल की पूजा, कृष्ण न कोई दूजा. MP में आई हर रूह, मलंग है. വർമ്മയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വർമ്മയുടെ ഒരു പൊസിഷൻ അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ഒരു നല്ല ആഡ് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായാലും ഇറ്റ് വിൽ കം ടു ഹിം. വർമ്മ ഹാസ് ടു സേ നോ ഫോർ സംബഡി എൽസ് ടു മേക്ക് ഇറ്റ്. ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ് ബിക്കോസ് എവറിബഡി വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. നോ എൻ്റെ ക്വസ്റ്റ്യൻ, എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ criteria to choose? Is it you go by the brand or go by the idea? എന്തെങ്കിലും? You know, the difficult thing is, in fact, especially advertising, namalloru completely with an open mind when you make a short film or a feature film. It is completely your decision. You got excited, or namalloru idea kitti excited ai, you're making a film. But advertising, it's challenging. കാര്യം ഒരു ബ്രീഫിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. കാര്യം ഇവൻച്വലി എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് എക്സൈറ്റിംഗ് കാര്യം കഥ പറയുകയും സ്റ്റോറി ടെല്ലിങ്ങും ശരിക്കും ഫിൽം മേക്കിംഗ് ആണ് ആക്ച്വലി ഈവൻ ടുഡേ ദാറ്റ് ഐ എൻജോയ്. ഇതിൻ്റെ അകത്ത് ഇൻഫാക്റ്റ് ഒരു മാർക്കറ്റിംഗ് സൈഡ് ഉള്ളത് എനിക്ക് ഇന്നും ആക്ച്വലി ആ ഒരു സൈഡിനെ പറ്റി സത്യത്തിൽ
I don't know how it works, but magically it's all working, it's all selling. അപ്പോൾ ഒരു ബ്രീഫിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പം ആ ബ്രാൻഡിൻ്റെ പേർപ്പസ് ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പുറകിലൊരു പേർപ്പസ് ഉണ്ടാവണം. പിന്നെ പല ടിക്ക് മാർക്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ടു മേക്ക് ഇറ്റ് സിംപ്ലിഫൈഡ്. സോ ഐ വുഡ് റാദർ ലുക്ക് അറ്റ് എ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ക്ലയൻ്റ് ഒരു ബ്രാൻഡ് ഡിസ്കസ് ചെയ്താൽ എനിക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കാര്യം മാത്രം പറയുക. ജസ്റ്റ് അതാണ് എനിക്ക് താല്പര്യം. കാര്യം ഞാൻ ഒരൊറ്റ പോയിൻ്റാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ധാരാളം സമയമുണ്ടാവും. ഒരു 30 സെക്കൻഡ് സ്പോട്ട് വിൽ ലുക്ക് ലൈക്ക് മേ ബി 2 മിനിറ്റ്. കാര്യം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ കഥ പറയുന്നതിലൊരു സുഖമുണ്ട്. അപ്പോൾ എൻ്റെ താല്പര്യം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ അഡ്വർടൈസിങ്ങിൽ ഒരു ഏജൻസി മുഖേന വരുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലാതെ ചിലപ്പോൾ ഡിറക്റ്റായിട്ട് ഈവൻ ബിഗർ ബ്രാൻഡ്സ് ചിലപ്പോൾ ഡിറക്റ്റായിട്ട് വന്നിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ ഹരിനെ പിടിക്കും. കാര്യം ഹരി ഈസ് ദെയർ വിത്ത് അസ് ഫ്രം ദി ബിഗിനിങ്, ഈവൻ ഡിസൈനിങ് ആ ലോഗോ വിച്ച് ഇസ് നിർവാന ഫിൽംസ്. അങ്ങനത്തെ സമയങ്ങളിൽ ബിക്കോസ് ഹി ഇൻഫാക്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഐ ലേൺ ഫ്രം ഹിം to keep certain things very simple and basic and very focused. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഞാൻ ഹരിനെ പിടിക്കുക. ഫോർ എൻ എക്സാമ്പിൾ ഞാനൊരു ടോപ്പിക്ക് പറയുന്നതുകൊണ്ട് ഐ വിൽ ടെൽ യു. ഒരു സമയത്ത് SRK basically had a conversation with me saying that ഞാൻ ദുബായ് ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്, നമുക്ക് വേറെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് ക്യാൻ യു ക്രാക്ക് എൻ ഐഡിയ ആൻഡ് മേക്ക് എ ഫിലിം. ഞാൻ എക്സൈറ്റഡായി. ഹരിയുമായിട്ട് വി ബേസിക്കലി സാറ്റ് ടുഗദർ. ഹി ബേസിക്കലി പുട്ട് ഡൗൺ എ ബ്യൂട്ടിഫുൾ ലൈൻ ടുഗദർ ഇൻ എൻ ഐഡിയ വിച്ച് സേസ് ബി മൈ ഗസ്റ്റ്. ആൻഡ് ആ ലൈൻ ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈൻ for a celebrity to endorse a country, right? Be my guest. സോ അതിൻ്റെ അകത്ത് ഇൻഫാക്ട് ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു സ്റ്റോറി അല്ലായിരുന്നു അതിൻ്റെ അകത്ത്. ഇറ്റ് ഈസ് അഗൈൻ മേക്കിംഗ് യൂസ് ഓഫ് എ സെലിബ്രിറ്റി. ഷാറൂഖ് ഖാനെ പോലെ അത്ര പോപ്പുലാരിറ്റി ഉള്ള ഒരാളെ വെച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഹൗ കെൻ യു മേക്ക് ഇറ്റ് അഗൈൻ ഇൻട്രസ്റ്റിംഗ്? ദിസ് ഇസ് നോട്ട് സ്റ്റോറി, ബട്ട് ദീസ് ആർ മൊമെൻറ്റ്സ് വിച്ച് മൈറ്റ് ഹാപ്പൻ, വിച്ച് ക്യാൻ ഹാപ്പൻ. ഐ വിൽ പ്ലേ ദാറ്റ് ഫിലിം once, yeah. This is my Dubai. Come with me. So everyone is ready? What? Oh my God. Oh my God. How you doing?
Ready to serve? And hi everyone. Did you order this? You can kiss me. This is my Dubai. Be my guest. Thank you. Sit and talk for hours together. I think we should stop playing films. If there's any questions, a question undo. Pedikena ചോദ്യം ചോദിക്കരുത്. No. Thank you, first of all. That was very fascinating. So, just the same idea that what we were just discussing, like taking a single idea to a ad. But my question is taking one more step backwards. How do you even reach that one single idea? Like, what is that process? If you have to, if it doesn't come clearly in the creative brief, like how do you reach that one idea? Okay. Like for an example, sometimes when you look at a script, sometimes that can happen. There is a brief from the client where they'll say, iniki product ni benefit and benefit and idellam varanam. So idellam ulkollichu kondana sometimes the script എഴുതി ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരിക. This I am saying normal process of advertising, not me handling the client directly. അപ്പം ചില സമയങ്ങളിൽ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്സ്, ചില സമയത്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ്, നമ്മുടെ ഈ വുഡൻ ബ്ലോക്സ് വെച്ച് നമ്മൾ കളിക്കില്ലേ, ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ് സ്ട്രക്ചർ ടേക്കിംഗ് ഓൾ ദ ബ്ലോക്സ് എന്ന് പറയുന്ന പരിപാടിയിൽ അതിൻ്റെ അകത്ത് ബേസിക്കലി പറയാനുള്ള കാര്യം മാത്രം, just try and keep it and rest, eliminate it, and still it is holding the structure together of that story narration. But normally what I do is, if it is very crowded, അതിൻ്റെ അകത്ത് ഒരു ഭാഗം എടുത്തിട്ട് then I'll work on the whole structure. Now, especially in the early stage when I started off, ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രോസസ് എങ്കിലും it was not easy to convince people because they didn't know me. Today it's much more easier for me because they believe me. But normally that's the process. Uncluttered. Karyam, generally even outside it is cluttered. There's so many communication, and even your film is cluttered. There is no chance of people remembering or eventually purpose of that film. Hello sir. Sir, ഫഹദിൻ്റെയും നസ്രീൻ്റെയും ആഡ് ക്യാമ്പയിനിൽ ആദ്യത്തെ 2 ആഡിലും ബ്രാൻഡ് നെയിം എക്സ്പ്ലിസിറ്റ് ആയിട്ട് എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ആ ബ്രാൻഡ് റീകോൾ മിസ് ഔട്ട് ചെയ്യല്ലേ? ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി, ആ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ആ ബ്രാൻഡ് റീകോൾ മിസ് ഔട്ട് ചെയ്യല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ ഒന്നാമത് ആൾക്കാർക്ക് പരിചിതമില്ലാത്തൊരു പേരാണ് ആ ബ്രാൻഡിന്. നമ്മളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ അതും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആദ്യമേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഈ പറയുന്ന മെമ്മറബിലിറ്റി ഓഫ് ദി ക്യാമ്പയിനും പോവും. അപ്പോൾ ഇഫ് യു വാച്ച് ദ തേർഡ് ഫിലിം, 3ാമത്തെ ഫിലിമിലാണ് ശരിക്കും ബ്രാൻഡിങ് ഉള്ളത്. അതാണ് that's the plan, they will be running for many years. ആദ്യത്തെ 2 ക്യൂരിയോസിറ്റിക്ക് വേണ്ടി മാത്രമാണ്. ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ്, കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രമാത്രം ബഹളങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം. There's so many entertaining things which is happening. So how do you cut across and just still make something which is memorable? അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു, and that worked because people started talking it. എന്താണ് ഇവർ രണ്ടുപേരും, ഇത് സിനിമയുടെ ക്ലിപ്പാണോ, ഇതൊരു പ്രൊമോഷനാണോ, അതോ ഇറ്റ്സ് റിയൽ ലൈഫാണോ? അവരെ വിളിച്ച് പലവരും ചോദിച്ചു വാട്ട്സ് ഗോയിങ് ഓൺ. So it's actually generating. When the third film came out, they connected, okay, this is an ice cream thing. Now, registration of a brand ഒക്കെ നമുക്ക് ഒരു ക്യാമ്പയിനിലൊന്നും പറ്റില്ല. ഇത് ലോങ് പ്രോസസ്സാണ്. Now, for an example, when it started, Hutch, Orange, Vodafone, it was almost like my baby. I worked from the beginning. ആദ്യത്തെ ഡോഗ് ആൻഡ് ബോയ്, if people remember, ഒരു പഗ് ഫോളോ ചെയ്യുന്ന തൊട്ട്
ഇപ്പം ഇൻഫാക്ട് ബ്രാൻഡ് ഇസ് ചേഞ്ച്ഡ്. കഴിഞ്ഞ 3 വർഷം വരെ ഐ വാസ് ഇൻവോൾവ് ഇൻ ദാറ്റ് ബ്രാൻഡ് അറ്റ് എവറി സ്റ്റേജ്. അപ്പം ഒന്നുമല്ലാത്ത ബ്രാൻഡാണ്. ഹച്ച് ഇറങ്ങുന്ന സമയത്ത് വലിയ സെലിബ്രിറ്റി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു എയർടെൽ, വിച്ച് വാസ് കോൾഡ് ഭാരതി. ആൻഡ് വി ഡിസൈഡഡ് നമ്മുടെ സെലിബ്രിറ്റീസ് അല്ല, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ഇസ് ഗോയിങ് ടു ബി എ ഡോഗ്. നോട്ട് എൻ ഈസി തിങ് ടു സെൽ, ബട്ട് ഇറ്റ് വർക്ക്ഡ്. And it was cheaper to make it. We became the number 2 brand as a telecom provider in the country, only because of advertising. So ഒരു ബ്രാൻഡ് ഡെവലപ്പിംഗ് ഒരു ക്യാമ്പയിനിൽ നടക്കില്ല, അതൊരു പ്രോസസ്സാണ്. സോ നമ്മൾ ഈ പരസ്യങ്ങൾ കാണുമ്പോഴൊന്നും ഇതിൻ്റെ പിന്നിലുള്ള ആളെ പറ്റിയിട്ട് നമുക്ക് അറിയുന്നില്ല. സിനിമകൾക്ക് ഒക്കെ കുറച്ചുകൂടെ ഓപ്പൺ ചാൻസസ് ഉണ്ട്, നമ്മൾ അറിയുന്നുണ്ട് ഇത് ആരുടെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് ആ ഒരു റിയലൈസേഷൻ വന്നത്. പടച്ചനെ, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ, എസ്പെഷ്യലി ദ ദുബായ് വൺ, ബിക്കോസ് ഐ സ്റ്റഡീഡ് ദർ. സോ ദുബായ് ഈസ് ലൈക്ക് എ ഹോം ഫോർ മീ. ആൻഡ് യാ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ലൈക്ക് ഹൗ ടു ലൈക്ക് ആ ഒരു പബ്ലിക്കിൻ്റെ ഇമോഷൻസിനെ, വാസ് ദാറ്റ് റിയൽ ഓർ സ്റ്റേജ്ഡ്? അവർ ആ ഇമോഷനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒട്ടും ചോരാതെ എങ്ങനെയാണ് കിട്ടുന്നത്? തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്രയും വലിയ ഒരു ആക്ടറിനെ കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യിക്കുമ്പം ഇത് ഹൈലി റിസ്ക് ആയിരുന്നു ആ ക്യാമ്പയിൻ. ഞാൻ ഇൻഫാക്റ്റ് അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് ഹിം. ചിലപ്പോൾ ഇതിൽ ഒന്നും കിട്ടില്ല, ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഓഫ് യോഴ്സ്. പക്ഷേ കിട്ടി. കാര്യം ഇത് ഞാൻ സ്റ്റേജ് ചെയ്ത് ചെയ്യാൻ പോയാൽ ഒരു നിവൃത്തിയുമില്ല. സോ വാട്ട് ഐ ഡിഡ് ഇസ്, എല്ലായിടത്തും ഇപ്പം ഒരു പ്ലെയിനിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ അടുത്ത് അവിടെ ഞാൻ ഗോപ്രോയും ചെറിയ ക്യാമറയും വലിയ ക്യാമറ ഞാൻ ഹൈഡ് ചെയ്ത സമയത്തൊക്കെ അവർക്കുള്ള ഒരേ വിശ്വാസം, അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഒരേ ഒരു വിശ്വാസം എന്തോ ഫ്ലൈയിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, അതിൻ്റെ എന്തൊക്കെയാണ് ചെറിയ എന്തോ സംഭവം സംബഡി ഈസ് ക്യാപ്ചറിങ്. ദേ നെവർ ഹാഡ് എൻ ഐഡിയ ദാറ്റ് ഹീ ഈസ് ഗോൺ ടു കം ഔട്ട്. ഓക്കെ, ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം ബിക്കോസ് ഇറ്റ്സ് സച്ച് എ സ്പോർട്ട്. എല്ലാവരെയും പ്ലെയിനിൻ്റെ അകത്ത് കയറ്റിയിട്ട് പുള്ളീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാണും, കാര്യം വലിയ കാറും അതും ഇതുമൊക്കെ. സോ ഹീ കെയിം ഇൻ ഫസ്റ്റ്. ഈ നമ്മൾ എടുത്തു ചാടുന്ന പ്ലെയിനുകൾക്ക് നോർമലി എയർ കണ്ടീഷനും ഒന്നും ഉണ്ടാവില്ല, ചെറിയ 2 സീറ്റേ മുമ്പിലുണ്ടായിരുന്നു. സോ ഐ വാസ് സിറ്റിംഗ് അണ്ടർ 1 സീറ്റ്, ഹി വാസ് സിറ്റിംഗ് അണ്ടർ 1 സീറ്റ്. ഹാഫ് ആൻ അവർ ഫോർ അതർ പീപ്പിൾ ടു കം ഇൻ, not even makeup, just with tissue paper. So that's a sport. So I can only crack something like that with such a brilliant personality. അങ്ങനെ എല്ലാത്തിനും 3 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീക്വൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം വി വിൽ ഗെറ്റ് അതർ സെറ്റ് ഓഫ് പീപ്പിൾ. സോ എവറിത്തിങ് ഇസ് റിയൽ. പിന്നെ പോയിന്റ്, ആദ്യം തുടങ്ങിയ ഒരു പോയിന്റ് നല്ലതല്ലേ, ആരും അറിയാതിരിക്കണമല്ലേ നല്ലത്. എനിക്ക് വെറുതെ നടക്കാമല്ലോ, എന്തിനാണ് ആൾക്കാരെ അറിയണത്? ഇത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വന്നിരിക്കുക, എല്ലാ ബിരിയാണി ആ സ്ഥലത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. വേറെ ഏതെങ്കിലും സിനിമ ഡയറക്ടറിനോ ആക്ടറിനോ പറ്റൂലല്ലോ. ഡൈയിങ് അറ്റൻഷൻ സ്പാൻ. Yeah, it's always a challenge. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ that is always a big challenge. But I made sure, like for an example, അതുകൊണ്ടാണ് I started off saying that point. I started off with Fahad's film. I made sure that it's not, nobody is going to flip it. They really want to know what's going to go. എന്താണ് ഇവർ പറഞ്ഞു പോകുന്നതെന്ന് അറിയാൻ. So it's a huge challenge and it will continue. It's only going to be like that, or even like attention span is really less. And to actually get that connect with people today, it's tough, but we should take it as a challenge. I am excited. I am just looking forward in next 10 years what all I can do in such circumstances.